ഗ്ലോബൽ റാങ്കിങ്ങിൽ ഉൾപ്പെടാത്തൊരു യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സോ കോൾഡ് റാങ്കിൽ നിന്ന് പറയപ്പെടുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് ചെയ്യുന്ന എത്രയാണ് ഒരു MBA പഠിക്കാൻ, അതിന്റെ പകുതിയുടെ പകുതി പൈസയെ ഇവിടെ പഠിക്കാൻ വരുന്നുള്ളൂ. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു 90% മേലേക്ക് മാർക്ക് ഉണ്ട് പ്ലസ് ടുവിലെങ്കിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സും കൊടുക്കും. 4 ഇയർ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട് ലിത്വാനിയയിൽ. അത് ലാറ്റ്വിയയിലും എസ്റ്റോണിയയിലും ഇല്ല, പക്ഷെ ലിത്വാനിയക്ക് മാത്രമുള്ള ഒരു കാര്യം. എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൂടെ അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ സഹായങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു ഗ്ലോബൽ ഇൻസൈറ്റ്സ് വിത്ത് മാസ്റ്റർ കൺസൾട്ടന്റ്. വടക്കൻ യൂറോപ്പിലെ ബാൾട്ടിക് കടലോരത്തെ 3 അതിമനോഹര രാജ്യങ്ങളാണ് ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ. ഇതിൽ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ലിത്വാനിയയിലേക്കാണ്. അതിഭാവുകത്വവും ഉത്സാഹശീലവും കഠിനാധ്വാനവും ദേശീയ ബോധവും ഒക്കെ ഉള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഈ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിലെ ആൾക്കാർ. അപ്പൊ അവര് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്? അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണോ ലിത്വേനിയയിലുള്ളത്? ലിത്വേനിയ നമുക്കായി കാഴ്ചവെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മോടൊപ്പം ദിലീപ് രാധാകൃഷ്ണനുണ്ട്. വെൽക്കം. താങ്ക് യു. ഇപ്പൊ ലിത്വാനിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു കുഞ്ഞു രാജ്യമാണ്. കേരളത്തെക്കാൾ കുറച്ച് വലിപ്പമേ ഉള്ളൂ. ഒരു 29 ലക്ഷം പേരെ അവിടെ വസിക്കുന്നുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ 6 ഇരട്ടിക്കും മുകളിലാണ് അതിന്റെ ആളോഹരി വരുമാനം എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് തന്നെ സാമ്പത്തികമായി വളർന്ന ഒരു രാജ്യമാണ്. നല്ല കാഴ്ചകളുള്ള രാജ്യമാണ്. എനിക്ക് തോന്നുന്നു 29,000 പുഴകളും 3000-ലേറെ കായലുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു രാജ്യമാണ്. അപ്പൊ അതിലുപരിയായി അവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? അവിടുത്തെ വിദ്യാഭ്യാസം ഏകദേശം $40 ബില്യൺ ഇവരുടെ GDP എന്ന് പറയുന്നത്. ഒരു ഭയങ്കര സമ്പന്നമായ രാജ്യമല്ല പലപ്പോഴും ഉള്ളത്. പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മാൾട്ടയുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈ ആണ്. ഒരുപക്ഷെ ഫ്രാൻസിനേക്കാളും കൂടുതലുണ്ടായിരിക്കാം. പക്ഷെ ഫ്രാൻസ് എന്ന് പറയുന്നത് 3 ട്രില്യൺ വില വരുന്ന എക്കണോമിയാണ്. പെർ ക്യാപിറ്റ ഇൻകം ഒരു ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ആണ് ആ ഗവൺമെന്റിന്റെ വെൽത്ത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. അത് പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതൊരു ടോട്ടൽ എത്രയാണ് അവിടുത്തെ GDP ഉള്ളത്. ഒരു പരിധിക്കപ്പുറം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റില്ല എന്നുള്ളതും കൂടെ നമ്മളത് മനസ്സിലാക്കണം. ആകാശം ഈ $40 ബില്യൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ആളുകളുടെ ഓവറോൾ ഈ പറഞ്ഞ പോലത്തെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രോമിനൻസ് ഉണ്ട് ഇവിടെ. ഷോർട്ടേജ് സ്കില്ലിൽ പെട്ടിട്ടുള്ള പ്രൊഫഷനാണ് ഇതൊക്കെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ലിത്വാനിയ രാജ്യം ആൾക്കാർക്ക് അത്ര ഒരു ഫെമിലിയർ അല്ല. അതിന് ലാറ്റ്വിയ, ലിത്വാനിയ എന്നൊക്കെ പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 1.5 വർഷത്തിലാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള, നേരത്തെ പറയുന്ന പോലെ തന്നെ ഗ്ലോബൽ റാങ്കിങ്ങിൽ, അതായത് ഹോൾ വേൾഡിലെ റാങ്കിങ് സംവിധാനത്തിൽ ഈ കൊച്ചു രാജ്യത്തുള്ള പല യൂണിവേഴ്സിറ്റികളും ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. ഒരു 500-600 യൂണിവേഴ്സിറ്റിക്ക് മുകളിൽ അവിടെ ഈ പറയുന്ന നല്ല റാങ്കിങ് പട്ടികയിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല ചെലവ് വളരെ കുറവാണ് ഇവിടെ പഠിക്കാൻ. ട്യൂഷൻ ഫീസ് വളരെ കുറവാണ്. ഒരു 2000 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ലക്ഷം 3 ലക്ഷം രൂപ ഒക്കെ തൊട്ട് പഠിക്കാവുന്ന പല കോഴ്സുകളും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെനിക്ക് വളരെ ആകർഷണീയമായി തോന്നി. ഈ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടാണ് കുട്ടികൾ കാനഡയിലും UK ഒക്കെ പോകുന്നത്. അതെ, അതിന് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയങ്കര ജോലി സാധ്യതകളുടെ ഒരു രാജ്യമല്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ബാൾട്ടിക് സ്റ്റേറ്റ്സും സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ പോളണ്ട്, ജർമ്മനിയൊക്കെ മാറ്റി നിർത്തി മറ്റ് ചെക്ക് അല്ലെങ്കിൽ ഹംഗറി, ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, സ്ലൊവേനിയ, ഇതൊക്കെ കൊച്ചു രാജ്യങ്ങളാണ് ശരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നതിന് പ്രധാന ഉദ്ദേശം നമ്മൾ മുന്നേ ചർച്ച ചെയ്ത അതേ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്രയാണോ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി ഗ്ലോബൽ റാങ്കിങ്ങിൽ ഉൾപ്പെടാത്തൊരു യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സോ കോൾഡ് റാങ്കിൽ നിന്ന് പറയപ്പെടുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് ചെയ്യുന്ന എത്രയാണ് ഒരു MBA പഠിക്കാൻ, അതിന്റെ പകുതിയുടെ പകുതി പൈസയെ ഇവിടെ പഠിക്കാൻ വരുന്നുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ബാച്ചിലേഴ്സ് ആണെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്കാണ് പെർ ഇയർ വരുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ 50,000 കൂടെ ഒരു 3 ലാഖും കൂടെ വരും പെർ ഇയർ കോസ്റ്റ്. അത് 2 വർഷം ചേർത്ത ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ഇതിന് പുറമെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാച്ചിലർ തലത്തിലുള്ള കുട്ടികൾക്ക്, പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു 90% മേലേക്ക് മാർക്ക് ഉണ്ട് പ്ലസ് ടുവിലെങ്കിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂറോപ്പ് ആസ് സച്ച് എഡ്യൂക്കേഷനെ വിറ്റ് ജീവിക്കുന്ന രാജ്യങ്ങളല്ല. അപ്പോൾ അവർ അക്കാഡമിക്സിനും നമ്മുടെ പാഷനും അതിന് എന്തുമാത്രം അലൈൻഡ് ആണ് നമ്മൾ ഓരോ കോഴ്സിന് എന്നുള്ളതനുസരിച്ച് നമ്മുടെ പ്രൊഫൈലിന് കുറേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറേയൊക്കെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അത് ഈ പറഞ്ഞ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്നുള്ളത് അതിലൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ വിൽനസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ക്ലൈപേഡ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി, കോർണസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർ ഒക്കെ തന്നെ
ഈ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ വരുന്ന സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവാം, ഡെൻമാർക്കിൽ ഉണ്ടാവാം, ഫിൻലാൻഡിൽ ഉണ്ടാവാം. ആ ഒരു പെർട്ടിക്കുലർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചെറിയ രാജ്യത്ത് മാത്രം സെറ്റിൽ ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ ആദ്യത്തെ വർഷത്തെ കോഴ്സിന് ശേഷം അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ സിമിലർ യൂണിവേഴ്സിറ്റിയിൽ പോകാം. അതൊക്കെ തന്നെ അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ആ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലുള്ള യൂണിവേഴ്സിറ്റിക്ക് ഒരു മിനിമം ക്രെഡിബിലിറ്റിയും റാങ്കിങ്ങും ഉണ്ടെന്നതാണ് സത്യം. അത് വലിയൊരു അഡ്വാൻറ്റേജ്. ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്, ട്യൂഷൻ ഫീ കുറവാണ്, ഇങ്ങനത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി മറ്റ് രാജ്യങ്ങളിൽ എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ഗുഡ് ഓൺലി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഓസ്ട്രിയ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡെൻമാർക്ക് എന്ന് പറഞ്ഞു. ഓസ്ട്രിയ ഞാൻ തന്നെ 2 വർഷം മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യമാണ്. അത് പറഞ്ഞ് എല്ലാവരും ഓസ്ട്രിയക്കാണ് പോകുന്നത്. അപ്പൊ അത് ചെയ്യരുത്. അതായത് അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ ആർക്കും പാർട്ട് ടൈം ജോലി കിട്ടാണ്ടാവും, ആർക്കും വർക്ക് വിസ കിട്ടാണ്ടാവും. അവിടെ ഏതെല്ലാം പ്രൊഫഷണൽ പോയാൽ നന്നാവും. ഇപ്പൊ നമ്മുടെ കൈവശം ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപയെ ചെലവ് ചെയ്യാനുള്ളൂ പഠിപ്പിന്. അപ്പൊ നമ്മൾ 15 ലക്ഷം കൊടുത്തിട്ട് സ്ട്രെച്ച് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിച്ച് ശങ്കൻ ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് അവിടെ കരിയർ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിൽ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ഞാൻ പറയും. ഈ പറയുന്നത് പോലെ ഒരു ആകർഷണീയ ഘടകമാണ് ട്യൂഷൻ ഫീസ് വളരെ കുറവാണ് എന്നുള്ളത്. നമുക്ക് ചുരുങ്ങിയ ചെലവിൽ വിദ്യാഭ്യാസം സാധ്യമാണ്. 2, കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, 200 യൂറോ മുതൽ 600 യൂറോ വരെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാം. 3, ഡിപ്പെൻഡൻസിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത രാജ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പഠിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് തൊട്ടുള്ളവർക്ക് PhD ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില കോഴ്സുകൾ, റെയർ ആയിട്ടുള്ള ചില കോഴ്സസ് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ നൂതനമായ പല കോഴ്സുകളും അവിടെ ലഭ്യമാണ്. അപ്പൊ ഈ പറയുന്ന മറ്റൊന്ന് ഈ IELTS വേണ്ട അല്ലെ, ഭാഷാ പരിജ്ഞാനം അവിടെ അത്യാവശ്യം നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 4 ഇയർ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട് ലിത്വാനിയയിൽ. അത് ലാറ്റ്വിയയിലും എസ്റ്റോണിയയിലും ഇല്ല, പക്ഷെ ലിത്വാനിയക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. അവിടെ ഈ പാർട്ട് ടൈം ജോലി സാധ്യതയും ഒരുപാട് ഉണ്ടെന്ന് പറയാം. അതായത് ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് അവർക്ക് അത്യാവശ്യം വേണ്ട പണം, വിദ്യാഭ്യാസത്തിന് വേണ്ട പണം. ഇപ്പൊ ഇവിടെയും പലരും ഈ പറയുന്നത് പോലെ ഓരോ കോഴ്സിന് ചേർന്നതിന് ശേഷം ഫുൾ ടൈം ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പൊ അവർ ഈ പറഞ്ഞതുപോലെ അവരവരുടെ കോഴ്സിൽ ശ്രദ്ധിക്കാതെ അത് അവർക്കൊരു നെഗറ്റീവ് മാർക്കായിട്ട് വരും പിന്നീട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു പാർട്ട് ടൈം ജോലിക്ക് സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ട്. ഇതുപോലെ വെയിറ്റേഴ്സ്, ബാർടെൻഡേഴ്സ്, അതുപോലെ തന്നെ അവിടെ കാർഷിക വൃത്തി നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ കൃഷി ഭൂമികളിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാര്, ഹോട്ടലുകളിലെ കിച്ചൺ അസിസ്റ്റന്റുകളായിട്ട്, ക്ലീനേഴ്സ് ആയിട്ട്, ഡ്രൈവേഴ്സ് ആയിട്ട്, അങ്ങനെ ഒരുപാട് പേര്, ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ലിത്വാനിയയിലേക്ക് ഒരുപാട് പേര് പോകുന്നു. ഈ പറയുന്ന പോലെ 3 ലക്ഷം രൂപ സാലറി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താ? ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ, ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ ഞാൻ പറയും ധൈര്യമായിട്ട് പോയിക്കോളൂ, പാർട്ട് ടൈം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പഠിക്കാൻ പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, നമുക്ക് വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 വരെയുള്ള ക്ലാസ് സംവിധാനമല്ല. ഇപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ വേരീഡ് ആയിട്ടുള്ള നേരങ്ങളിൽ വരാം. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ 9 തൊട്ട് 1 വരെയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം 2 തൊട്ട് 6 വരെ ആവും. ചിലപ്പോൾ നൈറ്റ് ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ ഏർലി മോർണിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ കുട്ടികൾ അവിടേക്ക് പോകുന്നതിന് എണ്ണം കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഷിഫ്റ്റും നമ്മുടെ ജോലിയുടെ ഷിഫ്റ്റും ഈ പറഞ്ഞ പഠിക്കുന്നതിന്റെ ഷിഫ്റ്റും മാച്ചായി പോകണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് സംഭവിക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും അവിടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടുതലാണ്. അപ്പൊ ഞാൻ പറയും, ഒരു കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു 3 മാസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പാർട്ട് ടൈം ജോലി കിട്ടാനെന്നത് ഞാൻ പറയും എപ്പോഴും. പക്ഷെ അത് കിട്ടില്ല എന്നല്ല, നമുക്ക് ഇതും കൂടെ നമ്മുടെ പഠിപ്പിന്റെ ടൈമിങ്ങും അതും കൂടെ ക്ലാഷ് ആവാൻ പാടില്ല. കാരണം പോയിട്ടുള്ള പഠിക്കാനാണ്, ജോലി ചെയ്യാനല്ല. ഇന്ന് നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഒരു 3 മന്ത്സ് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും. ഈ ലിത്വാനിയ എന്ന് പറയുന്ന ഒരുപാട് കൗതുകങ്ങളും രസകരമായ ചില കാര്യങ്ങളും ഒക്കെ ഒളിപ്പിച്ച രാജ്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചും കേട്ടുമുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രത്യേക ഏരിയ യൂസിപ്പസ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിജീവികള്, സാഹിത്യകാരന്മാർ, ഇവരൊക്കെ അവരുടേതായ ഒരു ഭരണഘടന. അപ്പൊ അവരുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഈ പറയുന്നത് പോലെ ഡോണ്ട് ഫൈറ്റ്, ഡോണ്ട് വിൻ, ഡോണ്ട് സറണ്ടർ, ആരോടും വഴക്കിന് പോകരുത്, ആരുടെയും മേലെ ജയം നേടരുത്, അതുപോലെ ആർക്കും കീഴടങ്ങരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു 23 ഭാഷകളിലൊക്കെ ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു രാജ്യമായിട്ട് ഇവിടെ കഴിയുമ്പോഴും അവിടുത്തെ ഗവൺമെന്റ് ഇതിനൊന്നും എതിര് പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൂടെ അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ സഹായങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ഇപ്പൊ നമുക്ക് ആ ഒരു ജനതയുടെ ഒരു പെർസീവറൻസ് അല്ലെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ത്, ഇപ്പൊ പറഞ്ഞ ഒരു വയലൻസിലൂടെ അല്ലാതെ അവരെങ്ങനെ ശത്രുവിന്റെ മേലെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഹിൽ ഓഫ് ക്രോസസ്. ഹിൽ ഓഫ് ക്രോസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ആര് സ്ഥാപിച്ചു, എന്ന് സ്ഥാപിച്ചു എന്നറിയില്ല.
പക്ഷെ ഒരു മല നിരയെ ഈ പറഞ്ഞ ക്രോസസിന്റെ ഒരു ഇതാണ്. അത് അവരുടെ വിശ്വാസത്തെ തകർക്കാൻ നോക്കിയ ആൾക്കാരോടുള്ള ഒരു മറുപടി ആയിട്ടാണ് അവരെ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസകരമാണ് അത് ശരിക്കും പറഞ്ഞത്. അപ്പൊ അത് ആ ഫൈറ്റിംഗ് സ്പിരിറ്റും ഒരു നോൺ വയലൻസും എന്നുള്ളത് അവരുടെ ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ആ ജനതയുടെ സ്വഭാവത്തിൽ അലിഞ്ഞു നടന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ രീതികൾ പലപ്പോഴും ആൾക്കാർ പറയും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ കുറെ കൺസർവേറ്റീവ് ആണ്. അപ്പൊ അത് കുറെ മുന്നേ യാത്ര ചെയ്ത ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഓവറോൾ ആക്ച്വലി വളരെ കോഡിയലാണ് ആൾക്കാർ. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പറഞ്ഞാൽ ഇല്ല എന്ന് വെച്ചാൽ ഒരാൾക്ക് പോലും അങ്ങനെ ഫേസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. ഓവറോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. മാത്രമല്ല ലിത്വാനിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിത്വാനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിൽനസ് ആണ്. വിൽനസിൽ നിന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂറിന് താഴെ ഡ്രൈവേ ഉള്ളൂ പോളണ്ടിന്റെ ക്യാപിറ്റലായ വാർസോയിലേക്ക്. അപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് വിസ സ്ലോട്ട് ഇഷ്യൂസ് ഒക്കെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്, വർക്ക് വിസയ്ക്കും അതെ സ്റ്റുഡന്റ് വിസയ്ക്കും അതെ. അപ്പൊ അവിടെ അത് വലിയ എക്കണോമിയാണ്. പക്ഷേ പോളണ്ടിൽ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ട്. വലിയ രാജ്യം, കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവ്, ട്യൂഷൻ ഫീ കുറവ്, ഈ ഒക്കെ അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ മറികടക്കാനായിട്ട് ഞാൻ പറയും, നിങ്ങൾ എങ്ങനെയാണെങ്കിൽ യു ഗോ ഫോർ ലിത്വാനിയ. കാരണം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾക്കോ സമ്മർ ഇന്റേൺഷിപ്പിനോ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ആകെ 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ലിത്വാനിയയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ ലിത്വാനിയയിലെ വിസ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90% ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വിസയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഷെങ്കൻ സോണിലുള്ള ഒരു രാജ്യം, ഒരു യൂറോപ്യൻ രാജ്യം, നമുക്കറിയാം ഒരു ഷെങ്കൻ വിസ നമുക്ക് കിട്ടാനുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് മാത്രമാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ഗേറ്റ് വേ ആയിട്ട് ലിത്വാനിയയെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നായിരിക്കുമെന്ന് തോന്നും. എന്നാൽ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, ട്യൂഷൻ ഫീസ് ഒക്കെ വളരെ കുറവാണല്ലോ, അപ്പൊ എന്താ അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത്ര നന്നാവില്ലേ? നമ്മൾ സ്കാൻഡിനേവിയയും നോർഡിക് രാജ്യങ്ങളെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ അത്രയും ട്യൂഷൻ? സാധാരണ ഈ പ്രൈസ് കുറയുമ്പോൾ നമ്മളെ പ്രീമിയം ക്വാളിറ്റി ഒന്നും അല്ല എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അതിനേറ്റവും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ജർമ്മനി പറ്റി ആലോചിച്ചാൽ മതി. ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഏറ്റവും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതേ പറഞ്ഞത് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ UK-നെയും കാനഡയെയും ഓസ്ട്രേലിയയും ഒക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളെ കാണുന്ന കണ്ണോട് നമ്മൾ കാണരുത്. അത് എന്ന് പറയുന്നത് അവർ എഡ്യൂക്കേഷനെ വിറ്റ് ജീവിക്കുന്നതും അവരുടെ എംബസിയും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആ എന്താ പറയുക പ്രോ ഒരു എഡ്യൂക്കേഷൻ ആണ് അവരുടെ രീതികൾ. ഇവിടെ എന്ന് പറയുന്നത് അവർ എഡ്യൂക്കേഷൻ വിട്ട് ജീവിക്കുന്നവരല്ല, അവർ എഡ്യൂക്കേഷൻ സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നവർ. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഫണ്ടിങ് അല്ല, 100% ഫണ്ടിങ് അല്ലേ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിന്. ഈവൻ ഈ പറഞ്ഞ കോസ്റ്റ് കൂടുതൽ എന്ന് പറയുന്ന സ്കാൻഡിനേവിയനിൽ പോലും ആ സിമിലർ റാങ്കുള്ള യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിൽ പഠിക്കണമെങ്കിൽ മിനിമം അതിന്റെ 2 ഇരട്ടിയിലും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പൈസ കുറഞ്ഞ എല്ലായിടത്തും നമുക്ക് അതിന്റെ ക്വാളിറ്റി കുറവാന്ന് ചിന്തിക്കരുത്. യൂറോപ്പിൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയും അങ്ങനെയാണെന്നുള്ളത്, ഓവറോൾ കുറവാണ്. പക്ഷെ അതൊരു മെയിൻ സ്ട്രീം ഇൻകം അല്ല അവരുടെ. അതുകൊണ്ടാണ് അത് അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞത് അവിടെ 100% സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എത്ര ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചു രാജ്യമായ ലിത്വാനിയ പോലും അത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതതിന്റെ ഒരു അവരുടെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷനും അവരതിനെ കാണുന്ന രീതിയല്ലേ അത്. അതിനെ നമുക്ക് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് കാണാൻ പറ്റില്ല. ഇതിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് വിൽനിയസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അവിടെയുണ്ട്. അപ്പൊ മികച്ച യൂണിവേഴ്സിറ്റികൾ അവിടുത്തെ ഏതൊക്കെ സിറ്റികളിലാണുള്ളത്? നമ്മുടെ സ്റ്റുഡൻസിന് പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാനും ഒരു പാർട്ട് ടൈം ജോലി പെട്ടെന്ന് കിട്ടാനും ഒക്കെ സാഹചര്യമുള്ള സിറ്റികൾ ഏതൊക്കെ? മെയിൻ ആയിട്ട് 3 പറയും. ഒന്ന് കൊനസ്. ഫസ്റ്റ് നമ്മൾ പോളണ്ടിലേക്ക് വരുമ്പോൾ കൊനസ് ആണ് ആദ്യം വരിക. അവിടുത്തെ ഒരു 1 hour യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വിൽനസിലേക്ക് എത്തുക. ഈ പറഞ്ഞ കോനസിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയി ഒരു കോസ്റ്റൽ ഏരിയയാണ്, കോസ്റ്റൽ ഒരു മെയിൻ ടൗൺഷിപ്പ് തന്നെയാണ് നമ്മൾ ക്ലൈപേഡ എന്ന് പറയും. ഈ 3 ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയും ഈ പറഞ്ഞ ഓവറോൾ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞ പോലെ കുറവായതുകൊണ്ടും ആ ഉള്ള പോപ്പുലേഷന്റെ മെജോറിറ്റി ക്യാപിറ്റൽ ഏരിയ ഉള്ളതുകൊണ്ടും ഫസ്റ്റ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഏരിയ തന്നെയാണ്. അതിനുശേഷം ബാക്കിയുള്ള ടൗൺഷിപ്പുകൾ ഈ പറഞ്ഞ 3 ടൗൺഷിപ്പ് ആണെങ്കിലും ഇറ്റ് ഈസ് ഗുഡ് ഓൺലി. നമുക്ക് പാർട്ട് ടൈമിന് ബുദ്ധിമുട്ട് വരില്ല. ഞാൻ വീണ്ടും പറയണു, ഈ ഒരു വർഷം പ്രത്യേകിച്ച് ലിത്വാനിയയിലേക്കും ലാറ്റ്വിയയിലേക്കും കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പാർട്ട് ടൈം ജോലി കിട്ടാമെന്ന് ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കരുത് എന്നുള്ള ഒരു സത്യമുണ്ട്. കുട്ടികൾ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് അവരുടെ തിരക്ക്, പുറത്ത് പഠിക്കാൻ പോകണ്ടെന്നല്ല പറയണേ, ആ തിരക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമെന്നാണ് ഞാൻ പറയണേ. അപ്പോൾ കുട്ടികളെ കേട്ടല്ലോ, ഈ ലിത്വാനിയ എന്ന് പറയുന്നത് മനോഹരമായ ഒരു രാജ്യമാണ്. ഇന്ത്യൻ സംസ്കാരവുമായി വളരെ അടുത്ത് നിൽക്കുന്ന, അവിടെ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാധാറാണി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരവുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന രാജ്യമാണ്. ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ആ രാജ്യത്തിന്റെ ഒരു സൈസും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും കൃത്യമായി സ്റ്റഡി ചെയ്ത ശേഷം 90% വിസ സക്സസ് റേറ്റ് ഉള്ള രാജ്യമാണ്. അപ്പൊ ലിത്വാനിയയിലേക്ക് പോകണോ വേണ്ടയോ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. നമുക്ക് അടുത്ത ആഴ്ച ലിത്വാനിയയിൽ നിന്ന് നേരെ എസ്റ്റോണിയയിലേക്കൊന്ന് പോകാം. അപ്പൊ ഈ ആഴ്ചത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച എസ്റ്റോണിയയിലുള്ള കാഴ്ചകളുമായി വീണ്ടും കാണാം.